സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ഗുണം പറയുക എന്ന അർത്ഥമായിട്ടാണ് നമ്മൾ വെക്കണത്. അർത്ഥം അതാണ്. സ്വലാത്തിന് നമ്മൾ ഗുണം എന്നർത്ഥം വെച്ചു. അതാണ് നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിരിക്കണത്. ചൊല്ലുക അറിഞ്ഞതിന് ചൊല്ലുക എന്ന് തന്നെ പറയാനർത്ഥം. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഗുണം പറയുക എന്നാണ് സ്വലാത്ത് ചൊല്ലുക എന്നതിൻ്റെ മലയാളം. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുമ്പോഴേ സ്വലാത്ത് ചൊല്ലുക നിങ്ങൾ പറഞ്ഞോളി, പക്ഷേ അർത്ഥം ഗുണം പറയുക എന്നാണെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അള്ളാഹു തന്നെ നമ്മോട് കൽപ്പിച്ച കാര്യമാണ്. അള്ളാഹും അള്ളാഹിൻ്റെ മലക്കുകളും റസൂലുള്ളാഹിൻ്റെ മേലിൽ ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹ് ചെയ്യുന്ന കാര്യമാണ് നമ്മോട് ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും റസൂലുള്ളാഹിൻ്റെ മേലിൽ ഗുണം ചെയ്യാഞ്ഞാൽ നമുക്ക് റസൂലുള്ളാഹിക്ക് ഒരു ഗുണം ചെയ്യാൻ കഴിയൂലല്ലോ. അപ്പോൾ അള്ളാഹിനോട് പറയാം, പടച്ചവനെ റസൂലുള്ളാഹിൻ്റെ സ്ഥാനം ഇനിയും ഉയർത്തി കൊടുക്കണമേ, അവിടത്തേക്ക് മദഹ് ധാരാളമായി എത്തിക്കണമേ, അവിടുത്തെ ദറജ എല്ലാവരെക്കാളും എല്ലാ സൃഷ്ടികളെക്കാളും ഏറ്റവും മുന്തിയ ദറജ അവിടത്തേക്ക് നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കല്ലാതെ നമ്മളെ മുമ്പിൽ മറ്റ് ഗുണം ചെയ്യാനൊരു വഴിയില്ലല്ലോ. അപ്പോൾ നമ്മളത് റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, റബ്ബിനോട് പറയുക, അങ്ങേയറ്റം മനസ്സിൽ തൃപ്തി വെച്ചുകൊണ്ട് നടക്കുക. ഇതൊക്കെയാണ് നമ്മൾ സ്വലാത്തില്ല പറഞ്ഞാൽ. അപ്പോൾ ഏകദേശം മൗലൂദും അങ്ങനെ തന്നെയാണ്. മൗലൂദിലൊക്കെ അധികം സ്വലാത്ത് തന്നെയാണല്ലോ. സ്വലാത്തും തസ്ലീമും അസ്കാ തഹിയ്യത്തി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയ്യത്തി സ്വലാത്താണ്. ഇനി എല്ലാം അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ, സലാത്തുല്ലാ സലാമുല്ലാ അലാ താഹ റസൂലില്ല സ്വലാത്ത് തന്നെ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അസ്സഫിയിൽ അബ്തഹി, ഇതൊക്കെ സലാത്ത് തന്നെ. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ മദ്ഹാണ് ഇത്. ഞാൻ എൻ്റെ ഇടയിൽ പറയുന്ന ഹദീസുകളുണ്ട്. മൗലൂദിൻ്റെ ഇടയിൽ ഹദീസ് ഉണ്ടാവും, അവരങ്ങനെ റസൂലുള്ളാഹിൻ്റെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അതും റസൂലുള്ളാഹിൻ്റെ ചരിത്രവും മദ്ഹും തന്നെയാണ്. അതൊക്കെ ഈ ആയത്തിൻ്റെ പരിധിയിൽ വരും. അതുകൊണ്ട് ഇനി സുഹൃത്തുക്കളെ, നിങ്ങൾ മൗലൂദിന് തെളിവ് തടഞ്ഞിട്ട് എവിടെയും നടക്കണ്ട, ഖുർആൻ തന്നെ നോക്കിയാൽ മതി. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി എന്ന് പറഞ്ഞതിൽ റസൂലുള്ളാഹിൻ്റെ എല്ലാ മദ്ഹും പറയണമെന്നുള്ളാഹ് നമ്മോട് കൽപ്പിക്കുകയാണ്. അത് നമ്മൾ അച്ചയിലേക്ക് ഉൾക്കൊണ്ടിട്ട് നമ്മൾ പറയണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. പിന്നെ പറയാനുള്ളത്, അപ്പോൾ അത് സഹാബത്തും ശേഷമുള്ള താബീങ്ങളും ഒക്കെ ചെയ്തിരുന്നോ എന്നുള്ളതാണ് പിന്നെ ചോദിക്കാം. അതാണ് ഇപ്പോൾ അടുത്ത ചോദ്യം വരല്. എന്നാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായ സഹാബത്ത് ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് മൗലൂദ് ഓതി ഭക്ഷണം കഴിച്ചൊക്കെ പോയിരുന്നോ എന്നാണ് പിന്നെ ചോദിക്കൽ. അതിനെപ്പറ്റി ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സയ്യുൻ, ഹൃദയത്തിൽ വളവുള്ള ആൾക്കാർ, വിളവല്ല വളവ്, സയ്യ് എന്നാൽ വളവാണ്, നേർക്കുനേരെ ചിന്തിക്കാത്തവരെന്നാ പറയാം. സയ്യുൻ വളവുള്ള ആൾക്കാർ ഫയത്തബഊനമാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്നത്തി വഇബ്തിഗാഅ തഅ്വീലിഹി, അവരെങ്ങനായാലും ആ വളഞ്ഞ വഴിക്കേ ചിന്തിക്കുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹിയും സഹാബത്തും ഇങ്ങനെ മൗലൂദ് ഓതിയിരുന്നോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഓതിയിട്ട് തന്നെ ഇല്ല. അതാണ് സത്യം. റസൂലുള്ളാഹിയും സഹാബത്തും നമ്മൾ ഓതനമായി മൗലൂദ് ഓതിയിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മൾ ഓതാന്ന് ചോദിക്കും. അവിടെയാണ്. അതിന് ഞാനൊരു മറുപടി പറഞ്ഞുതരാം. നമുക്കിപ്പോൾ റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറയാന്നുള്ളത് ഖുർആനോട് തെളിഞ്ഞല്ലോ. ഞാൻ അതിൻ്റെ ഒക്കെ പുറമെ റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറയാന്നുള്ളത് ഓരോ വിശ്വാസിൻ്റെ നിർബന്ധം ഈമാൻ്റെ ഭാഗമാണ്. അള്ളാഹ് പറഞ്ഞില്ലെങ്കിലും നമ്മൾ ചെയ്യണം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് പറയാതെ ഒരു വിശ്വാസിയാവില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ പദം, ആദ്യത്തെ കലിമ, ആ കലിമയിൽ തന്നെ റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറയണമെന്നതിൽ ഉണ്ടല്ലോ, വിശ്വാസമാണ്. നമ്മൾ ബഹുമാനിക്കാത്ത ഒരാൾ നമ്മൾ വിശ്വസിക്കുമോ? നമ്മൾ ആദരിക്കാത്ത സ്നേഹിക്കാത്ത ആൾ നമ്മൾ വിശ്വസിക്കുമല്ലോ. അപ്പോൾ സ്നേഹിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്.
അപ്പോൾ എല്ലാ മുഅ്മിനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ് പറയണമെന്ന് ഈ ഇസ്ലാം കാര്യത്തിൻ്റെ ആദ്യത്തെ 2 വചനങ്ങളിൽ നിന്ന് രണ്ടാമത്തേതാണ്. അത് ഒരു സംശയമില്ല, അവിടെ ആർക്കും പിഴക്കാനുമില്ല. അത് ചെയ്തില്ലെങ്കിൽ ഷഹാദത്ത് കലിമ ശരിയാവില്ല, ചെല്ലിയത് ശരിയല്ല. അതുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറയാം. പിന്നെ അവിടെ ചോദ്യം വരൽ മങ്കൂസ് മൗലൂദോ ഷറഫെല്ലാം നമുക്ക് ഓതിയിട്ട് നമ്മളൊക്കെ നാട്ടിൽ ഓതനമായിട്ട് വട്ടാളിഞ്ഞിരുന്ന് കണ്ട് ചെയ്യലുണ്ടോ എന്ന്. അതിന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്തതായിട്ട് നമ്മൾ തെളിവ് കിട്ടിയിട്ടില്ല. മങ്കൂസും മൗലൂദൊന്നും ആ കാലത്തില്ല, പിന്നെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അന്ന് ബുഖാരി ഇല്ലല്ലോ. ഇപ്പം നമ്മളൊക്കെ പറഞ്ഞ ബുഖാരി എന്നുണ്ടോ? പോട്ടെ, അന്ന് ഖുർആനുണ്ടോ? ഇപ്പം നമ്മളെല്ലാവരും ഖുർആൻ പറഞ്ഞു. ഖുർആൻ ഏത് കാലത്ത് ഉണ്ടാക്കിയതാ? ബുഖാരി ഇല്ലാത്ത നമ്മളെ ഈ പുതിയ ആശയക്കാരൊക്കെ അതിമ്പോൾ ബുഖാരി മുസ്ലിമൊക്കെ ഹദീസല്ലേ. ബുഖാരി റസൂലുള്ളാഹിൻ്റെ കാലത്തുണ്ടോ? അല്ലെങ്കിൽ ഏത് കിതാബാണ് റസൂലുള്ളാഹിൻ്റെ കാലത്താണുള്ളത്? അപ്പം നമുക്കിവിടെ അടിസ്ഥാനമായിട്ട് റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറയുക എന്നുള്ളതാണ്. അതിനിപ്പോൾ നമുക്ക് ആയത്ത് കൊണ്ടും ഷഹാദത്ത് കലിമ കൊണ്ടും തെളിവ് കിട്ടി. പിന്നെ നമ്മൾ ഇവിടെ വട്ടാൽ നിന്നുകൊണ്ട് ഓതിന് അതേമാതിരി സാബത്തും റസൂലും ചെയ്തിരുന്നോ എന്നുള്ള ഒരു ചോദ്യം പിന്നെ വരുന്നത്. അത് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യാമെന്ന് ചോദിക്കും. അതായത് റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറയുക എന്നുള്ളതാണ് അടിസ്ഥാനമായ വിഷയം. അടിസ്ഥാന വിഷയം എന്താണ്? റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറയുക എന്നുള്ളതാണ്. അത് ഓരോ പ്രദേശത്തും പതിവുള്ള രീതിയിൽ ആ പ്രദേശത്തുകാർ ചെയ്യും. നമ്മൾ വട്ടാൽ നിന്ന് മങ്കൂസ് മൂലൊക്കെ ഓതിക്കാണ്ട് ഭക്ഷണം കൊടുത്തുകാണ്ട് കഴിച്ച ആൾക്കാർ തുപ്പിപ്പത്തി പറഞ്ഞേക്കുന്ന രീതിയാണ് നമ്മളെ നാട്ടിലുള്ളത്. ആ നിലയ്ക്ക് മദ്ഹ് പറയാൻ നമ്മളെ നാട്ടിലുള്ളത്. നമ്മളങ്ങനെ ചെയ്യണം. ഇപ്പം ഏതുപോലെ റസൂലുള്ളാഹിയും സഹാബത്തും ഒന്നും ഇപ്പം നമ്മളെ നാട്ടിലുള്ള ഈ നാടൻ കൃഷിയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. കൃഷി ചെയ്തിട്ടുണ്ടാവും എന്നല്ലാതെ നമ്മളിപ്പോൾ പൂളത്തറ എടുക്കുന്നുണ്ട്, ഇല്ലിക്കോലുകൊണ്ട് വേലി ഇട്ടുന്നുണ്ട്. ഇതൊന്നും റസൂലുള്ളാഹിയും സഹാബത്തും ചെയ്തിട്ടില്ല. പൂളത്തറ എടുക്കൽ ആ നാട്ടിൽ പൂള തന്നെയല്ല. അപ്പോൾ അടിസ്ഥാനം എന്താണ്? കൃഷി ചെയ്യുക എന്നുള്ളതാണ്. അതിന് സംരക്ഷണം കൊടുക്കുക, അതിനെ വേലിയിട്ടത് എന്നതുപോലെ അടിസ്ഥാന വിഷയം റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറയുക എന്നുള്ളതാണ്. അത് ഓരോ വിശ്വാസിക്കും നിർബന്ധവുമാണ്, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതാണ് നമ്മളെ നാട്ടിലുള്ള രീതി. ഇങ്ങനെയാണ്. അറബ് നാട്ടിൽ നമ്മളെ മാതിരിയല്ല. അവിടെ വേറെ നിലയ്ക്കാണ് ഒരുമിച്ച് കൂടുള്ളത്. അവരുടെ രീതി അങ്ങനെയാണ്. ആഫ്രിക്കയിലുള്ള ആൾക്കാർ റസൂലുള്ളാഹിൻ്റെ മദ്ഹും മറ്റും പറയലുണ്ട്, അതിൻ്റെ രീതി വേറെയാണ്. മൊത്തത്തിൽ റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറയാവുന്ന അടിസ്ഥാന വിഷയത്തെല്ലാം ഒന്ന് തന്നെ. അപ്പോൾ റസൂലുള്ളാഹിയും സഹാബത്തും ചെയ്തിരുന്നു എന്നുള്ള ചോദ്യമാണ് പിന്നെ അവിടെ വരിക. റസൂലുള്ളാഹിയും സഹാബത്തും ചെയ്തിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞതെന്താ പറയുമോ? നിങ്ങൾ മുഅ്മിനാകണമെങ്കിൽ മുഹമ്മദ് എന്ന ഞാൻ, അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഞാൻ നിങ്ങളിൽപ്പെട്ട ഓരോരുത്തരെക്കാളും അവരുടെ മാതാപിതാക്കളെക്കാളും സ്വന്തം നഫ്സിനെക്കാളും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താലേ നിങ്ങൾ മുഅ്മിനാവുള്ളൂ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിരിക്കണ്. അതിലപ്പുറം എന്ത് മദ്ഹ് റസൂലുള്ളാഹി പറയാനുള്ളത്? പിന്നെ അതിൻ്റെ പുറമെ അള്ളാഹ് പറഞ്ഞേക്കണമെങ്കിൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. എന്തൊരു ബഹുമാനമാണത്! അങ്ങനെ ആർക്കാ പറയാൻ കഴിയുക? ഇനി അതൊക്കെ പിടി. നിങ്ങളെ ഗുജറാത്ത് സുഹൃത്തുക്കൾ കണ്ട് പോരി. എന്താ പറഞ്ഞറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തജ്ഹറൂ ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹബത അഅ്മാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ റസൂലുള്ളാഹിനോട് സംസാരിക്കുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കരുത്, നിങ്ങളെ അമല് പൊളിഞ്ഞു പോകുമെന്നാണ് പറഞ്ഞത്. അള്ളാഹ് എന്തൊരു നിലക്കാണ് റസൂലുള്ളാഹിനെ ബഹുമാനിക്കണത്. അതുപോലെ തന്നെ മുജാദല സൂറത്തിൽ കാണാം, ഇദാ നാജൈതുമുർ റസൂല ഫഖദ്ദിമൂ ബൈന യദൈ നജ്വാക്കും സദഖ. റസൂലുള്ളാഹിനോട് സംസാരിക്കുകയാണെങ്കിൽ
അതിൻ്റെ മുമ്പ് നിങ്ങൾ ദാനം ചെയ്യണം എന്ന്. അതെന്തിനാന്ന് പറയും? നിങ്ങൾ എന്താ ഈ പറയണത്? അള്ളാൻ്റെ റസൂലിനെ പോലത്തെ ഒരാൾ ലോകത്ത് അതിന് മുമ്പും ശേഷം ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനത്തെ ഒരാളോട് സംസാരിക്കാൻ അവസരം കിട്ടണേ നമുക്ക്. അള്ളാൻ്റെ റസൂലിനോട് സംസാരിക്കാൻ അവസരം കിട്ടണം ഒരാൾക്ക്. അപ്പം അതിൻ്റെ മുമ്പ് ദാനം ചെയ്യണമെന്ന് പറഞ്ഞത് അത്രയും മഹത്തരമായ ഒരു സംഗതിയാണെന്നാണ് അതായിട്ട് അള്ള കാണുന്നത്. നമുക്കെന്ത് ആ വക യാതൊരു മഹത്വം അറിയില്ലല്ലോ. ഇതൊന്നും നമ്മൾ ഓതാന്നല്ലാതെ അള്ളാൻ്റെ റസൂലിനോട് സംസാരിക്കുന്നതിന് മുമ്പ് ദാനം കൊടുക്കണം എന്ന് പറഞ്ഞത് ഫൈലം തജിദു, നിങ്ങൾ ദാനം കൊടുക്കാനില്ലെങ്കിൽ ഫൈനല്ലാഹു പറയും അള്ളാഹുത്തല പുറത്തു തരാം. അപ്പോൾ ദാനം കൊടുക്കാതിരിക്കൽ തെറ്റാണെന്ന് അർത്ഥം. ഉണ്ടെങ്കിൽ കൊടുത്തേ തീരൂ, ഇല്ലെങ്കിൽ അള്ളാഹുത്തല പുറത്തു തരും. അള്ളാഹ് എന്തൊരു ബഹുമാന അള്ളാഹു റസൂലിനെ കാണിക്കണത്. ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ്. അള്ളാഹുൻ്റെ റസൂലിനെ അള്ളാഹുത്തല അങ്ങേറ്റം ബഹുമാനിക്കാച്ചാൽ നമുക്കാർക്കും അത്ര വാക്ക് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. അള്ള പറഞ്ഞതിൻ്റെ താഴെ അള്ള പറഞ്ഞത് പറയാന്നല്ലാതെ നമുക്ക് കഴിയില്ല. അത്രയും ബഹുമാനത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. ഖുർആനിൽ ഉടനീളം അത് കാണാൻ പറ്റും. ഇനി പറയാനുള്ളത്, അതുകൊണ്ട് മൗലൂദ് ഓതുന്നതിനൊന്നും തെളിവ് നിങ്ങൾ ഇനി കിതാബിൽ നോക്കണ്ട. സാധാരണ കിതാബിൽ നോക്കണ്ടെന്നല്ല, അതിൻ്റെ പോണ്ട. ഖുർആനായത്ത് തന്നെ ഉണ്ട്. അടിസ്ഥാന വിഷയം റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാമെന്നുള്ളതാണ്. അതിന് മങ്കൂസ് മൗലൂദ്, സറഫുൽ അനാം പോലത്തെ മൗലൂദ് ഓതും നമ്മുടെ നാട്ടിലെ ശൈലി അങ്ങനെയാണ്. നമ്മളങ്ങനെ ഓതുന്നു. ചില നാട്ടിൽ ആൾക്കാർ പ്രസംഗിക്കലാണ് അങ്ങനെ ചെയ്യണ്. ചിലർ കൂടിയിരുന്ന് കണ്ട വല്ല ബെയ്ത്തും അതുപോലെ തന്നെ കസീദൊക്കെ ചൊല്ലിക്കാണ്ട് ഒരു പ്രത്യേക രൂപത്തിൽ അവർ ആംഗ്യമായിട്ട് ചെല്ലുന്നുണ്ട്. അവരുടെ രീതി അങ്ങനെയാണ്. അത് റസൂലുള്ളാഹി സഹാബത്തും ചെയ്താൽ അത് ഓരോ കാലത്തും അവരവർ രീതിക്ക് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ സഹാബത്തിൻ കാലത്ത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് മദ്ഹ് ഇങ്ങനെ. അള്ളാഹ് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞ് സഹാബത്തിന് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയൽ ഒരു പ്രസ്റ്റീജ്, ഒരു അഭിമാന പ്രശ്നം അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുന്ന അവസരത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത് എന്താ? അങ്ങേയറ്റം ബഹുമാനത്തോടെ ആദരവോടെ. ഇന്ന് നമ്മളാരിങ്ങനത്തെ വാക്ക് ഉപയോഗിച്ച് അപ്പം 1000 വട്ടം കാഫറാണ്. അത്രയും ബഹുമാനത്തോടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ വഫാത്ത് അറിഞ്ഞ ഉടനെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹാബത്തൊക്കെ റസൂലുള്ളാഹിനെ ബഹുമാനിക്കുന്നത് ഇതേപോലൊന്നുമല്ല. നമുക്കതിൻ്റെ 1,00,000-ൽ 1 ഭാഗം പോലും നമ്മൾ ചെയ്യണില്ല, ബഹുമാനിക്കണില്ല. സഹാബത്ത് റസൂലുള്ളാഹിനെ ബഹുമാനിച്ചിരുന്നത് ആണ് അസ്ല്. അവരാളുടെ റസൂലുള്ളാഹിനൊപ്പം നടന്ന ആൾക്കാർ സഹാബിയല്ല. അവർ അങ്ങേറ്റം ഇതൊന്നും വാക്കുകൊണ്ട് പറയാൻ പറ്റാത്ത അത്രയും ബഹുമാനിച്ചിരുന്നു. നമ്മൾ റോട്ടും മട്ട് കണ്ട് ഒലുമ്പാണ്. ഇന്നാ ബി വാബാക്ക ഫിന്നാറ്. മാന്യം ബാപ്പിയും ഉമ്മയൊക്കെ നരകത്തിലാണ് പറഞ്ഞു കാണ്ട് റോട്ടും വെച്ച് കാണ്ട് റസൂലുള്ളാഹിനെ ഒലുമ്പി വളരെ അങ്ങേയറ്റം നീചമായ രീതിയിൽ എല്ലാ വിഭാഗം ആളുകൾക്കും, മതക്കാർക്കും മതമില്ലാത്തവർക്കൊക്കെ റസൂലുള്ളാഹിനെ ഒലുമ്പാനുള്ള ഒരു വഴി നമ്മുടെ ഈ നാട്ടിൽ ചില വിഭാഗം ആളുകൾ എടുക്കുന്നുണ്ട്. അല്ലാഹുവിൻ്റെ റസൂലിനെ അങ്ങേയറ്റം അപമാനിക്കുന്ന രീതി. എന്നാൽ ഞങ്ങൾക്ക് ഇന്ന അബി വാബാക്ക പിന്നാന്നുള്ള ഹദീസാണല്ലോ ഇവർ ഇതിനെ കൊണ്ടുനടക്കുന്നത്. ആ ഹദീസിനെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഇമാം ദഹബിൻ്റെ സിയർ ആലാമുൻ നുബല കേട്ടിട്ടുണ്ടാവും. 27 ജുസുള്ള വലിയ ഒരു ചരിത്രം. അതായത് അസ്മാഉർ റിജാല്, തറാജുമുർ റിജാല് എന്ന് പറഞ്ഞാൽ ഹദീസ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ വിശദീകരിക്കുന്ന കിതാബാണ്. അതിൽപ്പെട്ട ഒരു കിതാബാണ് ഇത് സിയർ ആലാമുൻ നുബല. ലിസാനുൽ മീസാൻ അത് അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബാണ്. ഇങ്ങനെ കൻസുൽ ഉമ്മാൽ ഇങ്ങനെ തുടങ്ങി ഹയാത്തു സഹാബ. അത് ഈ കിതാബ് ഈ ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന വേറെ ഹയാത്തു സഹാബ അല്ലാതെ
ഹയാത്തു സഹാബത്തിനെ പറ്റി വിശദമായിട്ട് പറയുന്ന ഗ്രന്ഥം, റാവികളെ പറ്റി പറയുന്ന ധാരാളം ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലത് പ്രചാരത്തിലില്ല. അതുകൊണ്ട് ഗ്രന്ഥം ഇല്ലാതാകുമല്ലോ. നമ്മൾ അറിവിൽപ്പെട്ടിടത്തോളം തഫ്സീർ ഗ്രന്ഥങ്ങളെക്കാൾ, ഹദീദ് ഗ്രന്ഥങ്ങളെക്കാൾ, ഹദീദിൻ്റെ വ്യാഖ്യാനത്തെക്കാൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക ലോകത്ത് പ്രചാരമുള്ളതും ഏറ്റവും കൂടുതൽ ക്രോഡീകരിക്കപ്പെട്ടതുമായൊരു വിഷയമാണിത്, തറാജുമുർ റിജാൽ. ഓരോ ഹദീദ് പറയുന്ന ഓരോ വ്യക്തിയെയും ചരിത്രം പറയുന്ന മഹൽ ഗ്രന്ഥങ്ങളാണ് ഈ തറാജുമുർ റിജാലിൽ പറഞ്ഞത്. റിജാലിൻ്റെ തർജമ, വിശദീകരണം നടത്തും. അതിൽ ഇന്ന അബി വാബാക്ക് പിന്നാർന്നുള്ള ഹദീസിൻ്റെ റിപ്പോർട്ടർമാരെ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ നോക്കേണ്ടി, ആ ഹദീസ് സിഹാബ് സിത്തയിൽ മുസ്ലിമിൽ മാത്രമേ വന്നിട്ടുള്ളൂ. മറ്റ് 5 സിഹാബ് സിത്തൻ്റെ കിതാബിലും ഈ ഹദീസ് ഇല്ല. ഒന്ന്. പിന്നെ പറയാനുള്ളത്, അതുകൊണ്ട് ഹദീസ് മോശം എന്നല്ല കേട്ടോ, മുസ്ലിമിൽ മാത്രം ഉണ്ടാകുന്ന മോശം എന്നല്ല പറയണത്. ഈ ഒരൊറ്റ വഴി മുസ്ലിം എന്ന ഗ്രന്ഥത്തിൽ മാത്രമേ സിഹാബ് സിത്തയിലുള്ളൂ. പിന്നെ മറ്റ് ചില ഗ്രന്ഥങ്ങളൊക്കെ സിഹാബ് സിത്തല്ലാത്ത ഏതാനും ഗ്രന്ഥങ്ങളിലുണ്ട്. അതിലൊക്കെ പറയണത് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, സാബിത്തുൽ ബുനാനിയിൽ നിന്ന്, ഹമ്മാദ് ബിൻ സലമ വഴി വന്ന റിപ്പോർട്ടാണ്. മനസ്സിലാണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമ് അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് താബിഈ ആയ സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി, സാബിത്തുൽ ബുനാനിയിൽ നിന്ന് ഹമ്മാദ് ബിൻ സലമയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യണത്. മറ്റു ഒരു വഴിക്കും ഈ ഹദീസ് വന്നിട്ടില്ല. ഈ ഒരൊറ്റ വഴി അഹാദിൻ്റെ ഹദീസാണത്. അഥവാ ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്ത ഒരേ വഴിക്ക് മാത്രം വന്ന ഹദീസാണത്. അത് സ്വീകരിക്കാൻ പറ്റുമല്ല എന്നുള്ളത് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് കുറേയൊക്കെ ഇപ്പോൾ ചിലവർ കിതാബ് അറിയണവരൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ. അഹാദിൻ്റെ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമല്ല എന്ന് വെച്ചാൽ 2 സാക്ഷിയാണല്ലോ നമ്മളെന്ത് വിഷയത്തിനും പറയൽ. അപ്പോൾ ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ അത് സ്വീകരിക്കാൻ പറ്റുക അങ്ങനെ ഒരാളേ ഉള്ളൂ. അഥവാ സാബിത്തുൽ ബുനാനി മാത്രം വഴി വന്ന റിപ്പോർട്ട്, അതിൻ്റെ പുറമെ ഹമ്മാദ് ബിൻ സലമ വഴി മാത്രം വന്ന റിപ്പോർട്ടാണ്. മറ്റു ഒരാളും ഈ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സിയർ അഅ്ലാമുൻ നുബല 27 വാള്യാണ്, 27 ജുസുവാണ്. കൻസുല്ലുമ്മാർ, ഹയാത്തു സഹാബ തുടങ്ങിയ 100 കണക്കിന് ഗ്രന്ഥങ്ങൾ ഈ റാവികളെ പറ്റി പറയുന്നുണ്ട്, സനദിനെ പറ്റി പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളെ സാബിത്തുൽ ബുനാനിനെ പറ്റി പറയുന്നുണ്ട്. ഹമ്മാദ് ബിൻ സലമ, ഈ ഹദീസിൻ്റെ റിപ്പോർട്ടർ ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നുണ്ട്. വിശദമായിട്ട് ഈ ഹദീസ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. സാബിത്തുൽ ബുനാനി എന്നവരെ ഉസ്താദായിരിക്കുമ്പോൾ, അഥവാ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ് സാബിത്തുൽ ബുനാനി. അവരിൽ നിന്ന് ഈ ഹദീസ് കേൾക്കുന്നത് 2 ആൾക്കാരാണ്. ഒന്ന് മഅ്മർ ബിൻ റാഷിദ്, മറ്റൊന്ന് ഹമ്മാദ് ബിൻ സലമ. സനദ് പറയട്ടെ, കേൾക്കുന്നവരാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് കേൾക്കുന്നത് സാബിത്തുൽ ബുനാനി എന്ന താബിഈ, വലിയ പണ്ഡിതനാണ്. അവരിൽ നിന്ന് ഹദീസ് കേൾക്കുന്നത് 2 പേര്. ഒന്ന് മഅ്മർ ബിൻ റാഷിദ്, മറ്റൊന്ന് ഹമ്മാദ് ബിൻ സലമ. ഈ 2 ആൾക്കാരാണ് ഈ ഹദീസ്, ഈ സാബിത്തുൽ ബുനാനിൽ നിന്ന് പഠിക്കുന്നത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് 2 ആൾക്കാരാണ്. അപ്പോൾ ഹമ്മാദ് ബിൻ സലമയുടെ റിപ്പോർട്ടിലാണ് ഇന്ന അബി വാബാക്ക് പിന്നാർ എന്നുള്ളത്. അതേ സാബിത്തുൽ ബുനാനിയിൽ നിന്ന് പഠിച്ച മഅ്മർ ബിൻ റാഷിദിൻ്റെ റിപ്പോർട്ടിൽ ഇന്ന അബി വാബാക്ക് പിന്നാർ എന്നല്ല. മനസ്സിലുണ്ടോ? മഅ്മർ ബിൻ റാഷിദ് സാബിത്തുൽ ബുനാനിയും ശരീക്കന്മാരാണ്.
നമ്മളെ ദറസിൻ്റെ ഭാഷയിൽ പറഞ്ഞ അവരുണ്ടാവുന്ന ശരീക്കന്മാരാണ്. മഅ്മർ ഇബ്നു റാഷിദ് റിപ്പോർട്ട് ചെയ്യണത് ഇന്ന അബി വാബാക്ക പിന്നാർ എന്നല്ല. അതേ സാബിത്തുൽ മുനാനിൽ നിന്നാണ് മഅ്മർ റാഷിദും പഠിക്കുന്നത്. പക്ഷേ മഅ്മർ റാഷിദ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് ഹമ്മാദ് ഇബ്നു സലമയാണ് ഇന്ന അബി വാബാക്ക പിന്നാർന്ന് റിപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ ഒരു ഉസ്താദിൽ നിന്ന് 2 ശിഷ്യന്മാർ പഠിച്ചു. ഒരാൾ ഇന്ന അബി വാബാക്ക പിന്നാർന്ന് റിപ്പോർട്ട് ചെയ്തു. മറ്റേ ആൾ അഥവാ മഅ്മർ ഇബ്നു റാഷിദ് റിപ്പോർട്ട് ചെയ്ത് എന്താ അറിയോ? ഇദാ മറർത ബി ഖബരി കാഫിരിൻ ഫബശ്ശിർഹു ബിന്നാർ എന്നാണ്. ഇന്ന അബി വാബാക്ക പിന്നാർ എന്നില്ല. മഅ്മർ ഇബ്നു റാഷിദിൻ്റെ റിപ്പോർട്ടിലുള്ളത് ഇദാ മറർത ബി ഖബരി കാഫിരിൻ ഫബശ്ശിർഹു ബിന്നാർ എന്നാണ്. അപ്പോൾ ഒരു ഉസ്താദിൽ നിന്ന് 2 ശിഷ്യന്മാർ പഠിച്ചു. വളരെ റിപ്പോർട്ടിൽ ഇന്ന അബി വാബാക്ക പിന്നാറുന്നുണ്ട്. മറ്റേ ആളെ റിപ്പോർട്ടിൽ ഇതാ മറർത്ത ബി ഖബരി കാഫിരിൻ ഫബശ്ശിർഹു ബിന്നാർ എന്നാണുള്ളത്. അപ്പം ഇനി ഇതെങ്ങനെ തീരുമാനമാക്കാമെന്നറിയോ? അപ്പോൾ നിങ്ങൾക്ക് കിതാബ് ഓതി വയ്ക്കാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. തീരുമാനമാക്കൽ മഅ്മർ ഇബ്നു റാഷിദിൻ്റെ റിപ്പോർട്ടാണോ ബലം, അതോ ഹമ്മാദ് ഇബ്നു സലമൻ്റെതാണോ, പിന്നെ നോക്കൽ അങ്ങനെയാണ്. എന്നാൽ ഇനി ഹമ്മാദ് ഇബ്നു സലമൻ്റെ റിപ്പോർട്ട്, ഹമ്മാദ് ഇബ്നു സലമനെ സംബന്ധിച്ച് വലിയ പണ്ഡിതനാണ്. ഷെയ്ഖുൽ ഇസ്ലാം എന്നൊക്കെയാണ് അദ്ദേഹത്തെ ഹദീസ് പണ്ഡിതന്മാർ ഉച്ചരിക്കണം. വലിയ പണ്ഡിതൻ, വലിയ ആണ്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? ഹമ്മാദ് ഇബ്നു സലമ റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഒരു ഫണ്ട് ഞാൻ പറഞ്ഞുതരാം. മനിഖ്തലത ഫി ആഖിരി ഉംരിഹി എന്ന് പേരായിട്ട്. മനിഖ്തലത ഫി ആഖിരി ഉംരിഹി, വയസ്സാം കാലത്ത് ഓർമ്മപ്പശക് പറ്റിയവരേന്നർത്ഥം. മനസ്സിലാണ്ടോ? ഇതാ മനിഖ്തലത ഫി ആഖിരി ഉംരിഹി, വയസ്സ് കാലത്ത് ഓർമ്മപ്പശക് പറ്റിയവരെ പറ്റിയാണ് ഈ വാക്ക് ഉപയോഗിക്കൽ. അങ്ങനെ ആ നിലയ്ക്ക് എൻ്റെ കിതാബുകൾ കുറേ ഉണ്ട്. വയസ്സായ കാലത്ത് ഓർമ്മപ്പശക് പറ്റിയവർ, ആ കൂട്ടത്തിൽ പെട്ട ആളാണ് ആര്? ഹമ്മാദ് ഇബ്നു സലമ. അതുകൊണ്ട് തന്നെ ഹമ്മാദ് ഇബ്നു സലമ റിപ്പോർട്ട് ബുഖാരിയിൽ കാണാൻ തന്നെ പറ്റൂല. ഹമ്മാദ് ഇബ്നു സലമൻ്റെ ഹദീസ് തന്നെ ബുഖാരിയിലില്ല. ഞാൻ പറഞ്ഞുതരാം. വഹിയ തരീഖുല്ലത്തി റവാഹു മുസ്ലിം മിൻഹ വഖദ് ഖാലഫഹു മഅ്മറുൻ അൻ സാബിത്തിൻ ഫലം യദ്കുർ ഇന്ന അബി വഅബാക ഫിന്നാർ വലാകിൻ ഖാല ലഹു ഇദാ മറർത ബിഖബരി കാഫിരിൻ ഫബശ്ശിർഹു ബിന്നാർ വഹാദൽ ലഫ്ളു ലാ ദലാലത ഫീഹി അലാ വാരിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി അംരിൻ അൽബത്ത. ഇതാ മറർത്ത ബി ഖബരി കാഫിരിൻ എന്ന് പറഞ്ഞ റിപ്പോർട്ടാണെങ്കിൽ റസൂലുള്ളാഹിൻ്റെ പിതാവിനെ പറ്റി അങ്ങനത്തെ വാക്ക് ഉപയോഗിച്ചിട്ടേ ഇല്ല. വഹുവ, ഈ റിപ്പോർട്ട് ചെയ്ത ആൾ അഥവാ മഅ്മർ ഇബ്നു റാഷിദ് അസ്ബത്തു മിൻ ഹദീസിൽ റിവായ ഇന്ന അബി വഅബാക ഫിന്നാർ എന്നുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളെക്കാളും അസ്ബത്ത്, അയാളാണ് കൂടുതൽ ബലമുള്ളതും അയാൾക്കാണ് കൂടുതൽ ഹദീസ് വിഷയത്തിൽ കൂടുതൽ സിഖത്തുള്ളതും. ഫഇന്ന മഅ്മറൻ അസ്ബത്തു മിൻ ഹമ്മാദ്, മഅ്മർ ഹമ്മാദിനേക്കാളും അസ്ബത്താണ്. കാരണം കേട്ടോളി, ഫഇന്ന ഹമ്മാദൻ തകല്ലമ ഫീ ഹിഫ്ളിഹി, ഹമ്മാദിൻ്റെ ഹിഫ്ളിൽ ആക്ഷേപം വന്നിട്ടുണ്ട്. വഖഅ ഫീ അഹാദീസിഹി മനാകിറു, ഹമ്മാദിൻ്റെ ഹദീസുകളിൽ മുൻകറായ ഹദീസിൽ വന്നിട്ടുണ്ട്. ദക്കറു, ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അന്ന റബീബഹു ദസ്സഹാ ഫീ കുതുബിഹി, ഹമ്മാദ് ഇബ്നു സലമൻ്റെ വളർത്തുപുത്രൻ അദ്ദേഹത്തിൻ്റെ കിതാബിൽ കടത്തി കൂട്ടിയിട്ടുണ്ട്. വക്കാന ഹമ്മാദുൻ ലാ യഹ്ഫദു ഹദീസ് ലാ യഹ്ഫദു, ഹമ്മാദിന് അത് ഹിഫ്ള് ഉണ്ടായിരുന്നില്ല. ആഖിർ ഉമറിൽ ഹിഫ്ള് ഇല്ലാതായി. ഫഹദ്ദസ ബിഹ, അങ്ങനെ അതുകൊണ്ട് ഹദീസ് പറഞ്ഞാണ് ഈ കിതാബ് അദ്ദേഹത്തിൻ്റെ വളർത്തുപുത്രൻ കുറച്ചതിൽ കടത്തി കൂട്ടിയിട്ടുണ്ട്. അത് ഹമ്മാദിന് അറിയില്ല. ഫഹദ്ദസ ബിഹ, അങ്ങനെ ഹമ്മാദ് അറിയാതെ അതുകൊണ്ട് ഹദീസ് പറഞ്ഞു. ഫവഹമ ഫിഹ, അതിൽ ഹമ്മാദിന് വഹ്മ പറ്റിയിട്ടുണ്ട്.
മുമിൻ സമ്മ അതുകൊണ്ട് ലം യഖ്റുജു ലഹുൽ ബുഖാരി ഷൈഅൻ ബുഖാരി ഇമാം ഇദ്ദേഹത്തിൻ്റെ ഹദീസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വലാ ഖറജ ലഹു മുസ്ലിമുൻ മുസ്ലിമും പറഞ്ഞിട്ടില്ല. ഫിൽ ഉസൂലി ഇല്ലാ മിൻ റിവായത്തിൻ സാബിത്തിൻ സാബിത്തുൽ ബുനാനിയിൽ നിന്ന് ഉള്ള ഈ റിവായത്തല്ലാതെ മുസ്ലിമും പറഞ്ഞിട്ടേ ഇല്ല. അപ്പം അതുകൊണ്ട് ഇന്ന അബി വാബാക്ക പിന്നാറെന്നുള്ള ഹദീസ് തെളിവിന് പറ്റൂല. സനദിൽ ഇൽത്തിറാബുണ്ട്, മത്തിനും ഇൽത്തിറാബുണ്ട്. അതിൻ്റെ ഒക്കെ പുറമെ അത് ആഹാദിൻ്റെ ഹദീസാണ്. ഇനി അതിൻ്റെ ഒക്കെ പുറമെ ഖുർആനിൻ്റെ നസ്സിന് ഹദീസ് എതിരുമാണ്. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലൻ ഒരു പ്രവാചകനെ അയക്കുന്നവരെ നാം ഒരു വർഗത്തെ ശിക്ഷിക്കുകയില്ല. അള്ളാഹു വെറുതെ ആൾക്കാരെ ശിക്ഷിക്കുന്ന ആളല്ല. അർഹമുറാഹിമായ റബ്ബ് യാതൊരുവിധ തബ്ലീഗും യാതൊരുവിധ ഉണർത്തലുമില്ലാതെ ആളുകളെ നരകത്തിലില്ലേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താണ് നിങ്ങൾ ഈ പറഞ്ഞത്? ഒരു വിധ തബ്ലീഗോ അല്ലെങ്കിൽ പ്രവാചകന്മാരെ പറ്റിയുള്ള ഒരു വിഷയങ്ങളോ അല്ലെങ്കിൽ തൗഹീദിനെ പറ്റിയുള്ള കാര്യങ്ങളോ ഒന്നും എത്താത്ത ഒരു കൂട്ടരെ, അറിയാത്തൊരു കൂട്ടരെ അള്ളാഹു നരകത്തിലില്ലേ. ഖുർആനിൽ എന്താ പറഞ്ഞത് നോക്കി. കുല്ലമാ ഉൽഖിയ ഫിഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. ഓരോ വിഭാഗത്തെയും അവിടെ ഇടുമ്പോൾ സഅലഹും ഖസനതുഹാ അതിൻ്റെ മേൽനോട്ടക്കാരാ മലക്കുള്ളവരോട് ചോദിക്കും, അലം യഅതികും നദീർ, അലം യഅതികും നദീർ. കേട്ടിട്ടുണ്ട? അലം യഅതികും നദീർ, മുന്നറിയിപ്പുകാർ, ഭയപ്പെടുത്തുന്നവർ, അള്ളാഹിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നവർ നിങ്ങൾക്ക് വന്നിട്ടില്ലേ ചോദിക്കും. കാരു അവർ പറയാണ് ബലാ ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു. ഫകദ്ദബ്ന, ഞങ്ങൾ അയാളെ കളവാക്കി. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ദലാലിൻ കബീർ. അള്ളാഹ് ഒന്നും ഇറക്കിയിട്ടില്ല, നിങ്ങൾ വെറും വഴികേടിലാണ്, പിഴകളാണ്, കളവ് പറയാമെന്ന് പറഞ്ഞേക്കാണ്ട് ഞങ്ങൾ കദ്ദബ്ന, ഞങ്ങൾ നിഷേധിച്ചു, അതുകൊണ്ടാണ് നരകത്തിൽ കിടക്കണത് എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നിങ്ങളിത് പറഞ്ഞ പ്രകാരം റസൂലുള്ളാഹിൻ്റെ പിതാവിനെ എന്നല്ല ഏതെങ്കിലും ആ സ്റ്റാൻഡേർഡിലുള്ള ഒരാളെ നരകത്തിലിടെ എന്താ ചോദിക്കുക മലക്കൾ? നിങ്ങൾക്ക് മുന്നറിയിപ്പ് വന്നിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ വന്നിക്കണമെന്ന് പറയാൻ പറ്റുമോ? അന്ന് റസൂലുള്ള തബ്ലീഗ് തുടങ്ങിയിട്ടില്ലല്ലോ. കാലൂ ബല അത് ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്നാ പറയാം. ഇവർ വന്നിക്കണെന്നാ പറഞ്ഞ നരകത്തിലുണ്ടവർ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രവാചകൻ്റെ ആഗമനമില്ലാതെ, ഒരു പ്രവാചകൻ്റെ പ്രബോധനമില്ലാതെ, മുന്നറിയിപ്പ് അറിയാതെ, മുന്നറിയിപ്പ് നിഷേധിക്കാതെ അള്ളാഹു ശിക്ഷിക്കൂല എന്നുള്ള ഖുർആനിൻ്റെ നസ്സിന് ഈ ഹദീസ് എതിരാണ്. ഒന്ന്. രണ്ടാമത് ഈ ഹദീസിൻ്റെ സനദ് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ ആഹാദിൻ്റെ ഹദീസാണ്. അതിൻ്റെ ഒക്കെ പുറമെ തന്നെ സാബിത്തുൽ ബുനാനിയിൽ നിന്ന് റിപ്പോർട്ട് വന്ന രണ്ടാമത്തെ ആൾ മഅ്മർ ഇബ്നു റാഷിദ് ഈ നിലക്കല്ല റിപ്പോർട്ട് ചെയ്തത്. ഹമ്മാദ് ഇബ്നു സലമയുടെ റിപ്പോർട്ടിൽ മാത്രമേ ഈ റിപ്പോർട്ടുള്ളൂ. ഹമ്മാദ് സലമ ആഖിറുൽ ഉമറിൽ ബുദ്ധിക്ക് അത്തും പുത്തും ഒക്കെ പറയില്ല. അങ്ങനെ വാക്യം നമ്മൾ നാട്ടിൽ വലിയ പ്രചാരമുണ്ട്. അത്തും പുത്തും പറ്റിയ ആളായിരുന്നു. അതിനകത്ത് മൂപ്പരെ കുറ്റപ്പെടുത്തല്ല, വയസ്സാകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും, നമുക്കും ചിലപ്പോൾ ഒക്കെ ഉണ്ടായി എന്നുള്ളത് കാത്തിരക്ഷിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വളർത്തുപുത്രൻ കിതാബിൽ കുറേ കടത്തി കൂട്ടിക്കണത് ചരിത്രം. നിങ്ങൾ കൂടുതലൊന്നും ദൂരത്തേക്ക് പോകണ്ട. ഷേറാലാമുല ഒന്നും പെട്ടെന്ന് കിട്ടാതില്ലെങ്കിൽ അൽ ഹാബീലിൽ ഫത്താവ അത് നോക്കിയാൽ മതി. ഷേറാലിനോ ലിസാൻ മീസാൻ അത്ര വലിയ കിതാബുകളൊന്നും ഇപ്പോൾ പെട്ടെന്ന് കിട്ടാത്ത നോക്കണ്ട. ഇനി ആവശ്യമാണ് ഇങ്ങോട്ട് വന്നാൽ അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഇസാളൊക്കെ മഴയത്തുണ്ട് അൽഹംദുലില്ലാ. അതിൻ്റെ കോപ്പിയോ മറ്റോ നമുക്ക് എടുത്തരിക അല്ലെങ്കിൽ അയച്ചുതരികയൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ഹദീസ് അഥവാ ഇന്ന അബി വാബാക്ക പിന്ന എന്നുള്ള ഹദീസ് വെച്ചിട്ട്
അള്ളാഹിൻ്റെ റസൂലിനെ അപമാനിക്കാനോ മാതാപിതാക്കളെ മോശമാക്കിയിട്ട് അള്ളാഹിൻ്റെ റസൂലിനെ അപമാനിക്കാനോ അത് വേറെ മുതിരരുത്, വിശ്വസിക്കരുത്. നമ്മളെ സ്വന്തം ബാപ്പാനും ഇമ്മാനും പറഞ്ഞാലും നമുക്ക് തർക്കമില്ല. പക്ഷേ അള്ളാഹിൻ്റെ റസൂലിനെ പറഞ്ഞത് കേൾക്കാൻ നമുക്ക് സാധിക്കൂല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആ നിലക്കുള്ള അങ്ങേയറ്റത്തെ വിഷമം കൊണ്ട് പറയാണ്, അള്ളാഹിൻ്റെ റസൂലിനെ അപമാനിക്കുന്ന രൂപത്തിലുള്ള ഒരു വാക്കും അതിന് എന്ത് തന്നെ ആയാലും ശരി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്, റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. പരിപൂർണമായ വിശ്വാസം അത്ര ഇല്ലാതായി പോകുന്നത്. അതോടുകൂടിയിട്ട് അവൻ്റെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഇനി ഒന്നും ബാക്കി ഉണ്ടാവില്ല. അവൻ ഇനി എന്ത് പറഞ്ഞാലും ശരി. നമ്മളെ ഒരു കാക്ക പറഞ്ഞല്ലോ, വൈ സാമ വസല്ല വസക്ക വസമന്നു മുസ്ലിമുൻ, നോൻപോറ്റ് നിസ്കരിച്ച് സക്കാത്ത് കൊടുത്ത് മുസ്ലിമാന്ന് പറഞ്ഞാലും ശരി, ഇവൻ്റെ തൊള്ളിൽ കൂടി പോരുന്ന ഒരൊറ്റ അക്ഷരത്തിൽ അള്ളാഹിൻ്റെ റസൂലിനെ അപമാനിക്കുന്ന അള്ള പറഞ്ഞ് ഇതിൽ പറയുന്നൊരു വാക്കുണ്ടെങ്കിൽ അതോടുകൂടിയിട്ട് വേണ്ടതൊക്കെ കഴിഞ്ഞു. അള്ളാഹു നമ്മളെ അതിൽ നിന്ന് കാത് രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.